വേണ്ട പറയേ അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞോ. ഞങ്ങള് പറവട്ടാനി, ചെമ്പൂക്കാവ്, നടത്തറ ദേശത്ത് നിന്ന് നിങ്ങളുടെ വർഗീസ് തരകൻ്റെ ഫാം കാണാൻ വന്നതാണ്. ആയൂർ ജാക്കിന്ന് 7 കൊല്ലം മുമ്പ് ഈ ഫാമിൻ്റെ ഈ എക്സ്റ്റൻഷൻ അന്നില്ല. താഴേന്ന് കൊണ്ടുപോയി വെച്ച പ്ലാവുമ്മ നിറച്ച് ചക്ക ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ടാണ് വന്നത്. ഇപ്പോഴിങ്ങോട്ടുള്ള യാത്ര ഒരു നഷ്ടമായി തോന്നുന്നില്ല. കാരണം അന്ന് ഇവിടെയൊക്കെ തൈകളായിരുന്നു. ഇന്ന് ഒരു ചക്ക ഫാമായി മാറി. ഇന്ന് ആരോഗ്യത്തിന് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചക്ക. പഴമായിട്ടും പച്ചച്ചക്കയായിട്ടും ചക്കക്കുരു ആയിട്ടും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക്. അപ്പോൾ ഇവിടെ വന്ന് ഈ പഴുത്ത് നിൽക്കുന്ന ചക്ക മുറിക്കാൻ കിട്ടിയ ഒരു അനുഭവം വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. വർഗീസ് തരകൻ്റെ ഈ സംരംഭം വിജയിക്കട്ടെ. കേരളമല്ല, ഇന്ത്യയല്ല, വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടട്ടെ. തിരിച്ചു മുറിക്കാടുന്നല്ലെങ്കിൽ ഞാൻ മുറിച്ചായിരുന്നു. ഒറ്റ മിനിറ്റ്. ചേട്ടനെ മുറിച്ച ഞാൻ പറയാം, അതും കൂടിയും പറയാം. അതെ, ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഞങ്ങൾ സഹോദരങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ മറ്റ് പുന്നംകുളം, മഞ്ഞൂർ എന്നുള്ള സ്ഥലങ്ങൾ, അവരൊക്കെ കേട്ടറിഞ്ഞ് വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ കുടുംബം, സഹോദരങ്ങൾ 3 പേരും ഞങ്ങളുടെ സഹധർമ്മിണികളുമായിട്ടാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, സ്ത്രീകൾ ആദ്യം, ലേഡീസ് ഫസ്റ്റ്. അതുകൊണ്ട് ഈ 3 സഹോദരിമാരെയും കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ചേട്ടൻ ജസ്റ്റിൻ പെരുമാട്ടിനെയും വിളിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് മുറിക്കുന്നത്. അങ്ങനെ കയ്യുമ്മ ഫുള്ള് മുറിച്ചോട്ടെ വട്ടം. കേരളീയരായ നമ്മളെല്ലാവരും കൂടുതലും കണ്ടിട്ടുള്ളത് മഞ്ഞച്ചുളയാണ്. ഇത് അല്പം വ്യത്യസ്തമായി ഇതിനെ നമുക്ക് ഒരു ഓറഞ്ച് ചുള എന്ന് വിളിക്കാം. ഓരോ ദിവസവും കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇതൊന്ന് മുറിച്ചിട്ട് വളരെ മനോഹാരിതയായിട്ട് മുറിച്ചോ. അതായത് ഒരു പ്ലാവുമ്മ ചക്ക ഉണ്ടായി പഴുത്ത് നിൽക്കുന്ന ചക്ക മുറിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇത്തവണ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. അതും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചക്ക. നിങ്ങളും ഇവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങളും ഇത് അനുഭവിച്ചറിയണം. കാരണം ചുറ്റും നിൽക്കുന്ന ചെറിയ ചെറിയ പ്ലാവുക്കൽ നിറയെ ചക്കയാണ് ഉണ്ടായി നിൽക്കുന്നത്. എന്ന് വെച്ചിട്ട് ആയൂർ ജാക്ക് ഫാം ചക്കയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഇവിടെ മാവുണ്ട്, പ്ലാവുണ്ട്, പേരയ്ക്കുണ്ട്, പിന്നെ ജാതിയുണ്ട്, അബി എന്ന് പറയുന്ന ഒരു പുതിയ പനന്തോങ്ങിന്റെ രസമുള്ള അബി എന്ന് പറയുന്ന ഒരു പുതിയ ഫലവൃക്ഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കണ്ട് കാഴ്ച അതിശയിപ്പിച്ചത് റംബുട്ടാനാണ്. അതായത് റംബുട്ടാൻ ഉരുണ്ടതല്ല, നീണ്ടു നിൽക്കുന്ന റംബുട്ടാനാണ്. ആ റംബുട്ടാൻ തുറന്നാൽ കുരുമ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചുള തീന്തിയെടുക്കുന്ന പോലെ ചേന്തിയെടുക്കാവുന്ന റംബുട്ടാൻ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ തുടർന്ന് ഒട്ടനവധി കൃഷി ചെയ്തെടുക്കാവുന്ന അനുഭവങ്ങൾ കിട്ടാവുന്ന ചെടികൾ ഇവിടെയുണ്ട്. അതൊക്കെ നിങ്ങൾ വന്ന് മനസ്സിലാക്കണം, ആസ്വദിക്കണം. പിന്നെ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീടുകളിൽ ഈ വൃക്ഷം നട്ട് ഫലം ഭരിക്കാൻ ഉള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം. നന്ദിയോടെ, ഡേവിസ് പെരുമാട്ടി.